ഉമ്മയുള്ളതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കാണുന്നത്. ഉമ്മയില്ലെങ്കിൽ ഞാനൊന്നില്ല. പ്രളയം തുടങ്ങുന്നത് അങ്ങനെയാണ്. ബാപ്പേൻ്റെ കൊത്ത് കെട്ടി ചികിത്സ കഴിഞ്ഞ് ട്രീറ്റ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് BP മൊയ്തീൻ ഒരു നാടിനെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഇരുവഴിഞ്ഞിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് പോയവൻ. 1982 ജൂലൈ 15 മുക്കത്തെ ഇരുവഴിഞ്ഞിപ്പുഴയിൽ ഉണ്ടായ ഒരു തോണി അപകടത്തിലെ രക്ഷാപ്രവർത്തനത്തിനിടെ മൊയ്തീൻ ചുഴിയിൽപ്പെട്ട് മുങ്ങി മരിക്കുകയുണ്ടായി. ഇതറിഞ്ഞ കാഞ്ചന പലതവണ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും കാഞ്ചനയുടെ ആ ശ്രമങ്ങളെല്ലാം വിഫലമായി. ശേഷം മൊയ്തീൻ്റെ വിധവയായി ജീവിക്കാൻ തീരുമാനിച്ച കാഞ്ചനമാലയെ കുറച്ചു ദിവസങ്ങൾക്കു ശേഷം മൊയ്തീൻ്റെ ഉമ്മ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ കാലഘട്ടത്തിൻ്റെ തിളക്കം മങ്ങാത്ത ഓർമ്മകളുമായി പ്രണയം എന്ന അനിർവചനീയമായ വികാരത്തെ ലോകത്ത് ഒരാളിൽ പോലും നാം കാണാത്ത അത്രയും യാഥാർത്ഥ്യത്തോടെ ഇന്നും നെഞ്ചിൽ കാത്തു സൂക്ഷിക്കുന്നവൾ. അതെ, മൊയ്തീൻ്റെ സ്വന്തം കാഞ്ചനമാല. ശരിക്കും നിങ്ങളെ പ്രണയം തുടങ്ങുന്നത് എത്രാം ക്ലാസ് എന്നാ? അത് ഞാൻ 4th ഹോമിൽ പഠിക്കുമ്പോൾ ഇവിടുന്ന് ESLC രണ്ടാളും ഒരു ക്ലാസ്സിലല്ലേ, അപ്പോൾ പ്രണയമില്ല. അങ്ങനെ പിന്നെ പ്രോൺസിൽ കൊണ്ട് ചേർത്തി. മൂത്ത ചേച്ചി പ്രോൺസിലാണ്, അന്നാ മൂത്ത ചേച്ചി. രണ്ടാമത്തെ ചേച്ചി തോറ്റ്, അവിടെ തന്നെ പഠിക്കുക. അപ്പോൾ ബാപ്പ ഹൈസ്കൂളിൽ ഒന്നുമില്ല. അപ്പം മൊയ്തീൻ പറഞ്ഞു, തോറ്റ സ്കൂളിൽ ഞാൻ പഠിക്കുമല്ലോ ബാപ്പേ. ഒറ്റ ഓനല്ലേ, ഓനിച്ച് വളർത്തുന്നതാണല്ലോ. അപ്പം ബാപ്പ ഗണപതി സ്കൂളിൽ കൊണ്ട് ചേർത്ത്. അങ്ങനെ ഞാൻ കാറിലേനി കൊണ്ടുപോവുക. അന്ന് കാറ് ചീത്തയായി. പ്രളയം തുടങ്ങുന്നത് അങ്ങനെയാണ്. കാറ് ചീത്തയായി, അച്ഛൻ്റെ കാറ് ചീത്തയായി. ഏട്ടൻ തന്നെ ഡ്രൈവ് ചെയ്യേ, കാറ് ചീത്തയായി നന്നാക്കണം. അപ്പോൾ അത് വേറെ ആരെ ഏൽപ്പിച്ച് ഏട്ടനെയും കൂട്ടിയിട്ട് ബസ് കയറി. അപ്പോൾ ബസ് വരുന്നുണ്ട്. കാരണം 2 ദിവസം വൈകിയാണ് ഞാൻ. അവിടെ എത്തിയ മടിയാണ്, സ്കൂളിൽ പോകാനുള്ള മടി. വീട്ടിലെ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ കൂടെയുള്ള ജീവിതത്തിൻ്റെ ഒരു ഇതില്ലല്ലോ. അപ്പോൾ ആൺകുട്ടികളെ മാതിരിയാണ് ക്യാറ്റ് ഫുഡ് കൊണ്ട് പക്ഷിനെയൊക്കെ എഴുതി വീഴ്ത്തുക, ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. അങ്ങനെ അവിടെ എത്തി. ബസ് അത് കാണിക്കുന്നുണ്ട് സിനിമയിൽ. കണ്ണാടി കൂടെ പ്രണയം വന്ന ജോഡിയാണ് ഞങ്ങൾ രണ്ടാളും. അതാർക്കും ഇല്ലാത്തതല്ലേ. അതെ, ഇതാണ് BP മൊയ്തീൻ കാഞ്ചനമാലയ്ക്ക് എഴുതിയ ലെറ്ററുകൾ ആണിത്. അതിൻ്റെ കോഡ് ഭാഷയാണിത്. നമുക്ക് ഇവർക്ക് രണ്ടാൾക്കും മാത്രം മനസ്സിലാകുന്ന ഒരു ഭാഷയാണിത്. മലയാളത്തിലെ കത്തൊക്കെ പിടിച്ച് ഒരു വായിച്ച ചുട്ട്. ശരിക്കും ഇത് മലയാളം അല്ലേ? മലയാളത്തിലോ? ലിപി മാറ്റിയുണ്ട്. എന്നാൽ എഴുതിയതെന്ന് അറിയണ്ടേ, ഇത് 1968 ഫെബ്രുവരി 14 ബുധനാഴ്ച കാലത്ത് 8 മണിക്ക് നീണ്ട കത്ത് ആരംഭിക്കുന്നു. കൊടിയത്തൂരാണ് സ്ഥലം. ഉള്ളാട്ടിൽ എൻ്റെ ഉമ്മയെ പ്രസവിച്ച വീടാണ്. ഇവിടെയാണ് ഞാനും ജനിച്ചത്. ഒരു സുദീർഘമായ കത്തിലൂടെ എൻ്റെ ജീവിതത്തിൻ്റെ നാനാവശങ്ങളും എൻ്റെ സർവസ്വമായ ഹൃദയത്തിലേക്ക് പകർന്നു തരുവാൻ ഞാൻ ഈ സ്ഥലം തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ്. അമ്മയും മോനൊരു സാധാരണ ജനിക്കില്ലല്ലോ. അമ്മ ആദ്യത്തെ കുട്ടിയല്ലാത്തതുകൊണ്ട് അമ്മേൻ്റെ സ്വന്തം വീട്ടിൽ ജനിച്ചു. മൊയ്തീന് ആദ്യത്തെ കുട്ടിയാകുമ്പോൾ അമ്മ വീട്ടിലാണല്ലോ ജനിക്കുക. അങ്ങനെ രണ്ടാളും ഒരേ വീട്ടില്. അവരെ എഴുതിയ കോഡ് ഭാഷയിൽ എഴുതിയ കാര്യങ്ങളാണ് ഇപ്പം നമുക്ക് വായിച്ചു തന്നത്. അത് ഇവർക്ക് 2 പേർക്കും മാത്രമേ ഭാഷ മനസ്സിലാവൂ. മറ്റൊരാൾക്കും മലയാളത്തിലൊക്കെ എഴുതിയതിന് ശേഷം വീട്ടുകാരൊക്കെ പിടിച്ചിട്ട് ആ കത്തുകളൊക്കെ ചുട്ടുകളഞ്ഞതിന് ശേഷമാണ് ഇവരിങ്ങനെ സ്വന്തമായിട്ട് ഇവരൊരു ഭാഷ കണ്ടുപിടിക്കുന്നത്. മൊയ്തീൻ ഇവരോട് സംസാരിക്കാൻ വേണ്ടി വണ്ടിയുടെ ഹോണ് ഒരു പ്രത്യേക തരത്തിലായിരുന്നു. അതായത് ബാംഗ്ലൂർ മാതൃഭൂമിൻ്റെ സ്പോർട്സ് ലേഖനായപ്പം ഇടക്കല്ലേ വരുള്ളൂ. വന്നു കഴിഞ്ഞാൽ കാണാം. അപ്പോൾ വേറെ ഒരുത്തൻ്റെ ആയിരിക്കും. അതിപ്പോൾ പീ എന്നുള്ള ശബ്ദമാണെങ്കിൽ പീന്ന് കിട്ടും. എന്നിട്ട് പി 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 അങ്ങനെ പോയാൽ ഞാനിവിടെ ഉണ്ട്. അപ്പം കത്തങ്കൽ എഴുതി വെച്ചിട്ട് അത് കൊടുത്തേക്കാൻ ഒരു സൗകര്യമാണ് എന്നുള്ള അർത്ഥം കൂടിയാണ് അതിൻ്റെ. പിന്നെ മുപ്പൊരു കോഴിക്കോട്ട് പോവുകയാണെങ്കിൽ ഒരു നീട്ട് ഒരു കുറുക്കും. അപ്പോൾ വേറെ ഒരാളതായിരിക്കും. പേ എന്നിട്ട് പേ പേ അങ്ങനെ. പി ആണെങ്കിൽ പി 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 പി. അപ്പോൾ കോഴിക്കോട്ട് പോവുകയാണ്. പിന്നെ എറണാകുളം പോകുമ്പോൾ 2 ഷോട്ട് ഒരു നീട്ടും. പി 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 അല്ലെങ്കിൽ പേ 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 അങ്ങനെ പോവുകയാണെങ്കിൽ ഞാനിതാ എറണാകുളം പോകണം. ഒരു ദിവസം പേപ്പർ നിർത്തി
എന്താ വെച്ചാൽ മൊയ്തീൻ്റെ കാര്യങ്ങളേ മാതൃപേപ്പറിലുള്ളൂ, പല ഫോട്ടോസും ഉണ്ടാവും, ന്യൂസുകളും. അപ്പോൾ ഇത് വേലായുധനെ പറ്റി ഒരു മൗനബുദ്ദീനെയൊക്കെ മൊയ്തീൻ പോറ്റിക്കൊണ്ടിരുന്നതിനോട് ഇതൊക്കെ കണ്ട് ഏട്ടൻ്റെ ദേഷ്യം, രണ്ടാമത്തെ ഏട്ടൻ്റെ ദേഷ്യം പിടിച്ച് മൂപ്പര് പറഞ്ഞ് അമ്മേ ഇനി പേപ്പർ വരുത്തില്ല കേട്ടോ എന്ന് പറഞ്ഞു. അമ്മ അനുകൂലം കൊടുത്തു. അങ്ങനെ പേപ്പർ ഇല്ല. അപ്പോൾ ഒരു ദിവസം പേപ്പർ എവിടെ ചില ദിവസം വിട്ടുപോകല്ലോ എന്ന് വിചാരിച്ച്. രണ്ടാമത്തെ ദിവസമുള്ളപ്പോൾ എനിക്കൊരു സംശയമായി, പേപ്പർ നിർത്തിയോന്ന്. അപ്പോൾ അമ്മ പേപ്പറോടെ അമ്മയൊന്നും പറഞ്ഞില്ല. പിന്നെ മൂന്നാമത്തെ ദിവസം വെച്ചപ്പോൾ അമ്മ പേപ്പറോടെ രവീന്ദ്രൻ ഈ പേപ്പർ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഇപ്പം എനിക്ക് ശബ്ദം ഇടാൻ പറ്റില്ല, കൂക്കൂ എന്നുള്ള ശബ്ദമായിട്ട് കൂക്കിയിട്ട് ഒരൊറ്റ ഓട്ടം വീട്ടിൽ നിന്ന്. അപ്പോൾ അമ്മ എങ്ങനെ സ്വഭാവം എങ്ങനെ ചെടിയെന്ന് പോലും കുട്ടികളെ വിളിക്കൂല. അച്ഛൻ്റെ ഒരു വിളിയുണ്ട്, നായൻ്റെ മോൻ, അച്ഛനോടുള്ള എളിയുണ്ടാക്കും അമ്മ, ഓരോന്ന് കുട്ടികളെ വിളിക്കുകയാണെങ്കിലേക്ക് എന്ന് ഞാൻ മനസ്സിലാക്കി. അമ്മയ്ക്ക് അറിയാത്ത തെറിയില്ല എന്ന്. ഞാൻ ഈ ഓടുകയാണല്ലോ മെയിൻ റോഡിലേക്ക്, ഓടുമ്പോൾ അമ്മ വിളിച്ച് കൂവാണ്, എല്ലാ തെറിയുണ്ടേ. അപ്പം നടുവിലെത്തിയപ്പോൾ പെട്ടെന്ന് മൊയ്തീൻ തിരുവനന്തപുരം പോണ്. അപ്പം എന്താ ബാപ്പേൻ്റെ കൊത്ത് കെട്ടി ചികിത്സ കഴിഞ്ഞ് ട്രീറ്റ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് അയ്യോ ഇപ്പം ആരെയോ ഒന്ന് സഹായിക്കാൻ പോകുമായിരിക്കും. മുപ്പക്ക് നല്ല ഇതുണ്ടല്ലോ, പിടിപാടുകളുണ്ട്, എല്ലാവരും കൊണ്ടുപോയിന്ന് വരും. അപ്പോൾ ആരോ കൊണ്ടുപോവുകയാണെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ മുഴുക്ക ഓടി. റോഡ് ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പേ ഞാൻ റോഡുമ്പോൾ കയറി അവിടെ നിന്ന്. റോഡുമ്പോൾ കയറി നിന്നപ്പോഴത്തേക്കും മൊയ്തീൻ പേടിച്ചു പോയി. എന്നെ വീട്ടിൽ നിന്ന് വിടാത്ത ഞാൻ റോഡുമില്ലോ. മൊയ്തീൻ ചാടി ഇറങ്ങി. അപ്പം നല്ല നിറമൊക്കെ വെച്ചതിന്, കാരണം വെയിലുകൊണ്ട് നടക്കുന്നില്ലല്ലോ, വളരെ വൈറ്റൊക്കെ ഇട്ട് ഒരു സുന്ദരനായിട്ടാണ് ഇറങ്ങിയാണ്. പേടിച്ചിട്ട് എന്താ ചെയ്യുന്നു ചോദിച്ചു എന്നോട്, എന്താ ഇവിടെ. അപ്പം ഞാൻ ചോദിച്ചു ആരെ സഹായിക്കാനാണ് പോണത്. അപ്പോൾ മൊയ്തീൻ മനസ്സിലായ കാര്യം. അപ്പോൾ ആരെ സഹായിക്കാനല്ല പോണത്, എനിക്ക് ഇവിടെ ഡീപ്പ് എക്സ്റേ ഇല്ല മെഡിക്കൽ കോളേജ്, അന്ന് ജനറൽ ഹോസ്പിറ്റലാണല്ലോ മെഡിക്കൽ കോളേജ്, പുതിയ ബിൽഡിംഗ് വന്നില്ല. അപ്പം ഡീപ്പ് എക്സ്റേ ഇല്ല, ഡോക്ടർ എഴുതി തന്നിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ്. പക്ഷേ മൊയ്തീൻ വരുന്നത് കണ്ടുമുട്ടാനൊരു യോഗ്യം കാണുന്നില്ലല്ലോ. സിനിമയിലുണ്ടായ കുറെ കാര്യങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ തന്നെയാണ് അല്ലേ? നടന്ന കാര്യമാണെങ്കിലും ഒന്ന്, ഞാൻ മെഡിസിന് പഠിക്കുക എന്നുള്ളത് ശരിയല്ല. മെഡിസിന് അപേക്ഷ കൊടുത്ത് നമ്മൾ കാത്തിരിക്കുമല്ലോ. അപ്പം BSc സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പ്രോവിൻസിലാണല്ലോ പഠിച്ചത്. പിന്നെ ഇവിടെ ആദ്യം UP സ്കൂൾ പറഞ്ഞത് അച്ഛനാണ്. അപ്പോഴേ ഞാനും മൊയ്തീനും ഒക്കെ ഒരു ക്ലാസ്മേറ്റ് ആണ്. ഒരേ പ്രായമല്ലേ ഞങ്ങൾക്ക്, 2-3 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഞാൻ ഉമ്മേനോട് ചോദിച്ചിരുന്നു മൊയ്തീനെ എന്താ താമസിച്ചത് ചേർത്തിയെന്ന്. അപ്പം പറഞ്ഞു അക്കഥ പറയണ്ടെന്ന് പറഞ്ഞ്. ബാപ്പേൻ്റെ ഉമ്മ അഞ്ചുമ്മയാണ്, വെഞ്ച ജീവനാണ്, പെൺകുട്ടികളെ മക്കളെ ഒന്നും ഇത്ര ഇഷ്ടമല്ല. ഉമ്മ പറയാം അയ്യോ ഓനെ ചേർത്ത സമയം കഴിഞ്ഞല്ലോ. ഓരോ കൊടുത്ത സ്ഥലത്ത് തന്നെ ഗവൺമെൻറ് സ്കൂളാണ്, LP സ്കൂള് മുറ്റത്ത്. പക്ഷെ പറഞ്ഞയക്കുന്നില്ല. വല്യമ്മ പറഞ്ഞയക്കാൻ പിന്നെ ആരും പറഞ്ഞയക്കില്ല. അപ്പോൾ വല്യമ്മ പറഞ്ഞല്ലോ മേഷ്ടുമാരെ എന്തിനാണ് കണ്ണ് തുറത്തുന്നത്, കുട്ടിക്ക് മനസ്സിലാകാനുള്ള പ്രായത്തിലെ സ്കൂൾ വിടാൻ പാടുള്ളൂ എന്ന് നോക്കണോ. ശരിക്കും സൈക്കോളജിയാണ്. മാനസികമായ കുട്ടിക്ക് പീഡനം വരുമല്ലോ അത് അജുമൻ്റെ ഒരു ബുദ്ധി അങ്ങനെ. അതുകൊണ്ട് ഒത്തിരി താമസിച്ച 2-3 വയസ്സ് കൂടി. ഞാൻ 1-ാം ക്ലാസ്സിൽ നിന്ന് 3-ാം ക്ലാസ്സിലേക്ക് ഡബിൾ പ്രൊമോഷൻ അടിച്ച ആളാണ്. ത്രിപിൾ എന്ന് പറയാം, 1-3 ഇത്ര പഠിക്കേനി മിടുമിടിക്കായിട്ട്. അതുകൊണ്ട് എന്തുണ്ടായിന്ന് അറിയോ, SLCക്ക് തോറ്റെന്ന് വിചാരിച്ചിട്ട് പേപ്പറിൽ പേര് വന്നില്ല. അന്ന് പേപ്പറിൽ നോക്കുന്നുള്ളൂ, ഞാൻ നോക്കാൻ പോയില്ല. അന്ന് അറിയുന്നൊക്കെ പേപ്പറിൽ തലേദിവസമുണ്ട്. ഏട്ടൻ നോക്കിയപ്പോൾ എൻ്റെ നമ്പറില്ല. ഈ ഏട്ടൻ കയറി വന്നു. അപ്പം ഞങ്ങൾ കസിൻസൊക്കെ ഉണ്ടല്ലോ കുറേ, എല്ലാവരും കൂടെ റമ്മി കളിക്കുക, കാർഡ്സ്. ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എടി ഈ തോറ്റെന്ന് പറഞ്ഞു ഞാനതൊന്നും കേൾക്കണില്ല, ഞാനിതിൽ ശ്രദ്ധിക്കല്ലേ. ഇപ്പോൾ രണ്ടാമത് ഏട്ടൻ ഇങ്ങനെ തോണ്ടി, ഏട്ടൻ്റെ കൈക്കെടുത്ത് ഇട്ട് കൊടുത്ത്. ഏട്ടനെ തോണ്ടുന്നൊന്നും അറിയുന്നില്ല, എന്നെ അങ്ങനെ തോണ്ടിയപ്പോൾ ഇട്ട് ഞാനിതിൻ്റെ ശ്രദ്ധയിലാണ്. അപ്പോൾ ഏട്ടൻ 2 പൊട്ടിച്ച്. അപ്പം എന്തേന്ന് ചോദിച്ച് ഈ തോറ്റെന്നാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാന്ന് ഏട്ടനോട്. അയ്യോ ഒരു കൂസലില്ലാതെ അച്ഛേട്ടനോട് പൊട്ടിച്ച്. റിസൾട്ട് എന്താ പേപ്പറിൽ വരാഞ്ഞ്? അത് പിന്നെ വയസ്സേരിയായിട്ട് 1-ാം ക്ലാസ്സിൽ 3-ാം ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഈ അധ്യാപകർ ചിന്തിക്കണ്ടേ. മൊയ്തീൻ്റെ ഉമ്മയല്ലേ അത്? ഉമ്മയുള്ളതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കാണുന്നത്. ഉമ്മയില്ലെങ്കിൽ ഞാൻ ഇന്നില്ല. ആത്മഹത്യാശ്രമത്തിന് ഞാൻ ഹോസ്പിറ്റലാണ്.
അവിടെ ഒന്ന് എന്നെ സത്യം ചെയ്യിക്കുകയാണ്, ആത്മഹത്യ ചെയ്തത്. ഉമ്മ പറഞ്ഞപ്പം സത്യം ചെയ്തു കഴിഞ്ഞു. ഏടത്തിമാരൊക്കെ വീട്ടിൽ നിന്ന് വന്ന എല്ലാവരും കാവല. ആങ്ങളമാരെ കൊടുത്തൽ ഒരാളുള്ളൂ, സുരേഷ് ബാബു. അവൻ പൊള്ളു, ബാക്കി എല്ലാവരും മരിച്ചു കഴിഞ്ഞ്. അപ്പം അവനോട് പറഞ്ഞു കൊടുത്തത് ഒരാൾ വന്നാലും അവനെ രക്ഷപ്പെടും എന്ന് പറഞ്ഞു കൊടുത്ത ആരാണെന്ന് അറിയാം. അപ്പേട്ടൻ നിറഞ്ഞ കഥാപാത്രം ഉണ്ടല്ലോ, അച്ചേട്ടൻ. ഉമ്മ വന്നാൽ അവളെ രക്ഷപ്പെടും, വേറെ ആരെ കൊണ്ടും രക്ഷപ്പെടുത്താൻ കഴിയില്ല. മൂപ്പരൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. അവിടുന്ന് ഉമ്മ വന്ന് ഈ എന്തെങ്ങനെ കിടക്കണമെന്ന് വെച്ച് ഓനിട്ടേച്ച് പോയ കാര്യമൊക്കെ ആരാ ചെയ്യാൻ വെച്ച് സോഷ്യൽ വർക്കിൻ്റെ കുറേ ഭാഗമുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉമ്മേനെ കണ്ടല്ലേ, അപ്പോഴത്തേക്ക് എൻ്റെ വേറൊരു ഭാവമായി മാറി ഞാൻ. എണീക്കാനൊന്നും വയ്യ. അപ്പം പറഞ്ഞ് ഒന്നും ഭക്ഷണം കഴിക്കില്ല, ഡോക്ടർ പറഞ്ഞാലും കേൾക്കില്ല. അയ്യോ എനിക്ക് വയ്യാന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ഇഞ്ചക്ഷനായിരുന്നു. പിന്നെ ഡോക്ടറിന് ഇഞ്ചക്ഷൻ അധികമായി പോയെന്ന് പറഞ്ഞാൽ സ്ലീപ്പിംഗ് പിൽസ് കൊടുത്താൽ. അപ്പോൾ എനിക്ക് വീണ്ടും മരണത്തിൻ്റെ ഭാഗമായി. അപ്പോൾ രണ്ടാമത്തെ എടുത്ത് പിൽസ് എടുത്ത് തരിക, അതെടുത്തിട്ട് ഓരോന്നും സൂക്ഷിച്ച് വെക്കുക. ദിവസം 3-4 ഗുളിക സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ 18 18 അത് കുറേ എണ്ണമായിട്ട് മരിക്കുക എന്നുള്ള ഐഡിയ ആണ്. അതിനെ ഈ കള്ളത്തരം പറയണത്. അയ്യോ എനിക്ക് വയ്യാന്ന് പറയുന്നത് ഈ ഗുളികട്ടാണ്. ആദ്യത്തെ ശരിക്കുള്ളതാണ്. പക്ഷേ ഗുളിക വന്നപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുടങ്ങുക. അവർക്ക് മനസ്സിലായില്ല അത്. അവസാനം ഉമ്മ സത്യം ചെയ്യിച്ചപ്പോൾ ഞാൻ ഉമ്മേൻ്റെ അടുത്തുനിന്ന് ഇത് കെട്ടഴിച്ചിട്ട് സാരീൻ്റെ കുത്തുമില്ലാണ് കെട്ടഴിച്ചിട്ട് ഉമ്മേൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് രണ്ടാമത്തെ അടുത്താണല്ലോ തരൽ മരുന്ന്. ഓള് നെഞ്ഞത്തങ്ങോട്ട് അടിച്ച് നിങ്ങൾ ബേജാറുണ്ടെങ്കിൽ ഓളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞേ. അയ്യോ എന്ന് പറഞ്ഞ ഓള് നെഞ്ഞത്തടിച്ച്. ഓളെടുത്ത് വന്നത് തെറ്റല്ലേന്ന്. അവിടുന്ന് പിന്നെ നിങ്ങളൊന്നും വേണ്ട, ഒക്കെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മൂത്ത ഇടത്തിയമ്മയുണ്ട്. ഇടത്തിയമ്മ വേഗം ഓർലിക്സ് കലക്കി തന്നു. ചായയും കാപ്പിയൊന്നും കുടിക്കില്ല ഞാൻ. അപ്പോൾ ഓർലിക്സ് കലക്കി തന്നു. അതൊന്നും പിടിക്കാനൊന്നും കഴിയില്ല എനിക്ക്. അവിടുന്ന് ഉമ്മ എൻ്റെ പൊന്നേച്ച് മാടിയിരുന്ന് ചെറിയ കുട്ടികളെ മാതിരി ഉമ്മ അവിടെ ഇങ്ങനെ കിടത്തിയിട്ട് ഉമ്മ കുടിപ്പിക്കുകയാണ്. ഉമ്മ വന്നുകൊണ്ട് ഉമ്മേൻ്റെ ഇത്ര ദുഃഖം, ഏകമകം മരിച്ച ഉമ്മ സഹിക്കുന്നുണ്ടല്ലോ എന്നുള്ളതൊരു ഉള്ളിലേക്ക് കടന്നു വന്നു. ഈ മരിക്കരുത്, ഓട്ടേച്ച് പോയ കാര്യം ചെയ്യണ്ടേന്ന് വീണ്ടും ചോദിച്ചു. ശരിക്കും മൊയ്തീൻ മരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സാണ്? മൊയ്തീൻ മരിക്കും എനിക്ക് 39 വയസ്സായില്ലേ, 38-39 വയസ്സാണ്. ഇപ്പൊ പ്രണയം തുടങ്ങിയിട്ട് ഒരു 10-25 കൊല്ലം ആയി ഉണ്ടാവുന്നു. പ്രണയം തുടങ്ങിയിട്ട് 29 വർഷം. 29 വർഷമായി. അതിൽ 25 വർഷം ഞാൻ വീട്ടു തടവില്ല, 4 വർഷമേ പുറത്തുള്ളൂ. എന്നിട്ടും യാതൊരു മാറ്റവും ഇഷ്ടത്തിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല. ശരിക്കും നിങ്ങളൊരു പ്ലാൻ ചെയ്ത് വെച്ചില്ലായിരുന്നോ? ഇല്ല. ആ പാസ്പോർട്ടൊക്കെ അല്ല, അത് കുട്ടികൾ പോകാനല്ലേ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. കുട്ടികൾ പോയി കഴിഞ്ഞു, അനിയത്തിലൊക്കെ കല്യാണം കഴിയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിലാണ് ഒക്കെ കഴിഞ്ഞ് പോകാൻ പുറപ്പെടുമ്പോഴാണ് ഓരോരുത്തരും മരിക്കുന്നത്. ആദ്യം ഏട്ടൻ മരിച്ച്, പിന്നെ ഒരു അമ്മാവൻ മരിച്ച്, പിന്നെ ബാപ്പ മരിച്ച്, പിന്നെ രണ്ടാമത്തെ കല്യാണത്തിൽ മോളെ കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ, പിന്നെ ലേശം വെയിറ്റ് ചെയ്യണ്ടേ. അത് കഴിഞ്ഞപ്പോൾ മൊയ്തീൻ വെള്ളത്തിലും മരിച്ചു. എടവണ്ണപ്പാറയ്ക്ക് പോകുന്ന സമയത്ത് ഞാനും അനിയത്തി ടീച്ചറുണ്ട്, അനിയത്തി പിന്നെ BEd ടീച്ചറായിരുന്നു. അനിയത്തിയും പിന്നെ ഏടത്തിയമ്മയും മൂത്ത ഏട്ടൻ്റെ ഭാര്യയും. ഏട്ടൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ 3 ആളും ഉണ്ട്. കാറ് ചീത്തയായി. നടക്കാവിൻ്റെ അവിടെ എത്തിയിട്ട് എൻ്റെ നന്നാക്കാൻ കൊണ്ടുപോയി. ഈ കാറിൻ്റെ നന്നാക്കുന്ന സാധനം അവിടെ ഇല്ല, ഏതൊരു മെഷീൻ മാറ്റണം. അത് സാധാരണ ഇല്ലാത്ത കാറ് വാങ്ങിയ ഏട്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഏട്ടൻ പറഞ്ഞാൽ നിങ്ങൾ പോയിക്കോളി, പോളിയോ റൗണ്ട്സ് വന്നുകൊണ്ട് എണ്ണപ്പാറ ബസ്സുണ്ട് ആ സമയത്താണ്. ഞങ്ങൾ തിരിച്ചു പോരുക, എടവണ്ണപ്പാറ ബസ് കയറി പോരുക. പെട്ടെന്ന് ഒരുത്തം വിചാരിച്ച് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുക്കുക. എന്തിനെന്നറിയോ, ഇവിടെ എന്താ കറുപ്പും വെളുപ്പും വിധേയൻ്റെ മാതിരി, എന്നാൽ ആലോചന കുറേ പോകുമല്ലോ, പെൺകുട്ടിയൊക്കെ വേണ്ടി കാത്തിരിക്കുകയല്ലേ, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് അപ്പോൾ പിന്നെ എന്നുള്ള അർത്ഥത്തിലാണ് അത് എത്തിയത്. പക്ഷേ അന്ന് എൻ്റെ നേരെ താഴെ അഞ്ചത്തിക്ക് കല്യാണം വന്നപ്പോൾ പറഞ്ഞ് ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ ഈ കളറ് മാറ്റണം, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കില്ല. ഈ കളറ് മാറ്റായിട്ട് കുട്ടിയൊക്കെ ബേജാറുണ്ടാകലുണ്ട്. അങ്ങനെ ഞാൻ കളറ് മാറ്റി. അന്ന് പോകുമ്പോൾ ഒരു റെഡ് സാരി ഉടുത്ത്. അപ്പോൾ എൻ്റെ നേരെ മൂത്ത ചേച്ചീൻ്റെ കൂടെ ഹൈസ്കൂളിൽ പഠിച്ച അവൻ വിചാരിച്ച ഞാൻ ചേച്ചിയാണ്. ഞാൻ വെള്ളയും കറുപ്പിട്ടിട്ടല്ലോ കാണുന്നത്. ചേച്ചി ഞാൻ വിചാരിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് പറഞ്ഞാൽ അറിഞ്ഞില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തേന്ന് വെച്ച് BP മൊയ്തീൻ വെള്ളത്തിൽ പോയി എന്ന് പറഞ്ഞു.
ഞാൻ ചോദിച്ചു ഏത് BP മൊയ്തീൻ? അപ്പം അഞ്ചനുണ്ട് ഒരു BPC മൊയ്തീൻ, ചെറിയ മൊയ്തീൻ ഉണ്ട്. ഇന്നേക്കന്നെ മോൻ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുഖം അങ്ങോട്ട് മാറിയപ്പോൾ പിന്നെ മനസ്സിലായി ഇത് രാധയല്ല. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ തങ്കമണീനെ അപ്പുറം കണ്ടു. അവൻ്റെ ജൂനിയറാണ് തങ്കേൻ്റെ അടുത്തേക്ക് ഓടി വന്ന് പറഞ്ഞ്, തങ്കമണി എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞേ. ഞാൻ രാധയെ വിചാരിച്ചിട്ട് പറഞ്ഞു എന്തേ പറ്റിയെന്ന് വെച്ച്. മൊയ്തീൻ വെള്ളത്തിൽ പോയി. അപ്പോൾ അവർക്കൊക്കെ ബേജാറ്, ഏടത്തിയമ്മയ്ക്കൊക്കെ കാണുന്നവരൊക്കെ മൊയ്തീനെ സ്നേഹമാണ്. സ്ത്രീകളോട് അത്ര മാന്യമായി പെരുമാറും. അതുകൊണ്ട് വലിയ ഇഷ്ടം ഏത് സ്ത്രീക്കും. ഒരു സ്ത്രീ മൊയ്തീനെ വെറുത്തില്ല. അതിൻ്റെ രസമാണ്. ആണുങ്ങൾക്കൊക്കെ അസൂയും ദേഷ്യം വരും. പിന്നീട് മൊയ്തീൻ തുടങ്ങി വച്ച സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞ കാഞ്ചന മൊയ്തീൻ്റെ പേരിൽ ലൈബ്രറിയും BP മൊയ്തീൻ സേവാ മന്ദിർ എന്ന സന്നദ്ധ പ്രവർത്തന കേന്ദ്രവുമായി ഇന്നും മുക്കത്തിൻ്റെ മണ്ണിൽ ജീവിച്ചു പോരുന്നു. ആരാണ്? ഇതാണ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ബേബി ഷക്കീല. ഡോക്ടറേറ്റ് ഉണ്ട്, 3 MSc, 3 MEd, കൂടാതെ ഇപ്പം പിന്നെ സോഷ്യോളജിയിലെ കോഴ്സും പൂർത്തിയാക്കി. കാഞ്ചനേച്ചിക്ക് എല്ലാ സഹായത്തിനും എപ്പോഴും എത്തിപ്പെടുന്ന ഒരാളാണ് ഡോക്ടർ ബേബി ഷക്കീല. ഇപ്പം ജാമിയ കോളേജിലെ പ്രൊഫസറാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം തന്നെ കുറച്ച് പെൺകുട്ടികളും ഒരുപാട് ആൾക്കാരിങ്ങനെ വന്നു പോകുന്നുണ്ട്. ഇപ്പോഴും ഇങ്ങനെ ഡെയിലി ഇവിടെ ഉണ്ടെങ്കിൽ ആൾക്കാരിങ്ങനെ കാണാൻ വരും. ഇന്ന് കുറവാണ് ആൾക്കാർ. മറ്റ് ഇന്നലെ ഈ സമയത്തൊന്നും എനിക്ക് യാതൊരു രക്ഷയില്ല. ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പിന്നെ ഇറങ്ങുക. അപ്പോൾ ഇപ്പോഴും ആർക്കെങ്കിലും നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് കാണാം, സംസാരിക്കുകയൊക്കെ ചെയ്യാം അല്ലേ? അപ്പം യഥാർത്ഥ കാഞ്ചനമാല എന്ന ആളെ കാണണമെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ മുക്കത്ത് വരിക. മുക്കത്തുനിന്ന് ആരോട് ചോദിച്ചാലും BP മൊയ്തീൻ സ്മാരക ഹാള് കാണിച്ചു തരും. ഇവിടെ വന്നാൽ നമ്മളെ കാഞ്ചനേച്ചി ഇത് അവിടെ ഇരിക്കുന്നുണ്ടാവും. ആർക്കും വേണേൽ കാണാം, പരിചയപ്പെടാം. അപ്പം BP മൊയ്തീൻ്റെ അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ എഴുത്തും അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ എഴുതിയ ഈ ഒരു പുസ്തകമാണ് ഇപ്പം ഈ BP മൊയ്തീൻ സ്മാരക ഹാളിൻ്റെ ഏക വരുമാനം. അപ്പം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഈ പുസ്തകം ഇവിടുന്ന് വാങ്ങാൻ കിട്ടൂല്ലേ? നമ്മളെ നമ്മളെടുത്ത് ഇവിടെ മാത്രമേ ഈ പുസ്തകത്തിന്റെ വിൽപ്പന ഉള്ളൂ. അപ്പൊ ആവശ്യമുള്ളവർക്ക് താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ പുസ്തകം കൊറിയറായിട്ട് അയച്ചു തരും. 300 രൂപയാണ് ഇതിന്റെ വില. അത് കൂടാതെ കൊറിയർ ചാർജും കൊടുത്താൽ BP മൊയ്തീനെ കുറിച്ച് ഒരുപാട് MT വാസുദേവൻ നായർ മുതൽ ഒരുപാട് ആൾക്കാർ എഴുതിയ ഈ മനോഹരമായ പുസ്തകം ഇതാർക്കും വാങ്ങാം. അപ്പോൾ ഒരുപാട് സന്തോഷം ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് നേരിട്ട് പറഞ്ഞു തന്നതും നിങ്ങളെ അനുഭവങ്ങളൊക്കെ കേട്ട് ഒരുപാട് സന്തോഷം. മൊയ്തീൻ ലൈബ്രറി, എ ഗ്രേഡ് ലൈബ്രറി കോഴിക്കോട് ജില്ലയിൽ. എ ഗ്രേഡ് ലൈബ്രറി ധാരാളം 10,000 ബുക്കുകളുണ്ട്. കൗൺസിലിംഗ് സെന്റർ, തൊഴിൽ പരിശീലന കേന്ദ്രമുണ്ട്. തൊഴിൽ പരിശീലന കേന്ദ്രമാണിത്. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം ഉണ്ടാവും. ഇപ്പോൾ പോളിടെക്നിക്കിന്റെ ഒക്കെ ഷോർട്ട് കോഴ്സുകളൊക്കെ ഇവിടെ വരും. നമ്മൾ അതിന്റെ ഒരു വേദിയായി മാറും. അപ്പോൾ നമസ്കാരം. നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് BP മൊയ്തീൻ സ്മാരക മന്ദിരത്തിന്റെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള പ്രഭാകരേട്ടനാണ്. പ്രഭാകരേട്ടാ, എന്തൊക്കെയാണ് ഇവിടെ ഉത്തരവാദിത്തങ്ങൾ ഉള്ളത്? ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ മൊത്തത്തിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും മുഴുവനും, അതായത് ഒന്നൊരു ക്ലീനിങ് സ്റ്റാഫ് വരെ ഇവിടെ ഇല്ല. അപ്പൊ അത് മുതൽ മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രഭാകരേട്ടനാണ് ചെയ്യുന്നത്. രാവിലെ എത്ര മണിക്കാണ് തുറക്കുന്നത്? തുറക്കൽ ഇവിടെ രാവിലെ ഒരു 7 മണിക്കൊക്കെ തുറക്കും. ഇവിടെ റീഡിംഗ് റൂം ഉള്ളതിനോട് പേപ്പർ 8-9 പേപ്പറുകൾ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇത് അന്ന് തന്നെ വായിക്കാൻ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. അപ്പൊ അതിന് സമയത്ത് തുറക്കും. പിന്നെ മോട്ടോർ ഓൺ ആക്കലും വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലീനിങ് ഒക്കെ ആയിട്ട് 1 മണിക്കൂർ അങ്ങനെ പിന്നെ ജോലിക്ക് പോകും. വേറെ എന്തൊക്കെ സേവനങ്ങളാണ് നമ്മള്? സേവനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഞങ്ങൾക്ക് 17,000 ബുക്സ് ഉള്ള ലൈബ്രറിയാണ്. ഫുൾ ടൈം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലൈബ്രറി. പിന്നെ പോരാത്തതിന് ആരെങ്കിലും വസന്തിട്ട് സാധാരണക്കാർ വന്നാൽ എന്നും 2-3 ആളുണ്ടാവും. ഉച്ചഭക്ഷണത്തിനുള്ള ടോക്കൺ കൊടുക്കും. ഒരു കുടുംബശ്രീന്റെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം. പിന്നെ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മാസം ഏകദേശം 23ഓളം ആളുകൾക്ക് ബ്ലഡ് കഴിഞ്ഞ മാസം കൊടുത്തിട്ടുണ്ട്. KMCTയിലും MBRലും മെഡിക്കൽ കോളേജിലൊക്കെ. പിന്നെ പാവപ്പെട്ട വനിതകൾക്ക് പോളിന്റെ സഹായത്തോട് കൂടിയിട്ട് തൊഴിൽ പരിശീലനം ഉണ്ട്. ബ്യൂട്ടീഷ്യൻ, ടൈലറിങ്, ഫാഷൻ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനിപ്പോൾ അടുത്ത കോഴ്സ് ചിലപ്പോൾ ജൂണിലോ ജൂലൈയിലോ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഇവർ വന്നാൽ ഫണ്ടിന്റെ പ്രശ്നമാണ്. അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ കൗൺസിലിംഗ് നടക്കുന്നുണ്ട് ഇവിടെ. ഇപ്പോഴത്തെ ഈ പുതുതലമുറ അബദ്ധത്തിൽ പോയി ചാടുന്നതിനുള്ള ഒരു കൗൺസിലിംഗ് ഇവിടെ നല്ല രീതിയിൽ നടന്നു വരുന്നുണ്ട്. അതിനും ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. കൗൺസിലിംഗ് കൊടുക്കുന്ന നമ്മൾ തന്നെ പഠിത്തത്തിന് പിന്നോട്ടായ ഈ മാനസികമായിട്ട് ടെൻഷനൊക്കെ വന്ന് പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രണയ നൈരാശ്യത്തിലൊക്കെ
പെട്ട കുട്ടികൾക്ക് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ കൗൺസിലിംഗ് സേവാ മന്ദിരത്തിന്റെ ഭാഗം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി ഫുള്ള് മുഴുവൻ സമയം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പൊതുകാര്യങ്ങളിൽ കാര്യമായിട്ട് ഇടപെടുന്നുണ്ട്. പൊതു വിഷയങ്ങളിൽ രാഷ്ട്രീയം സാമ്പത്തികം ഒന്നും പറയാനില്ല. സാമ്പത്തികം കുറേയൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഇപ്പൊ വരുമാനം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇപ്പൊ സ്റ്റാഫുകൾ ക്ലീൻ സ്റ്റാഫിനൊന്നും വെക്കാത്തത്. അപ്പൊ അതൊക്കെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകും. പിന്നെ ഞങ്ങളെ ഓർമ്മയിലും മൊയ്തീനുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ വില എന്ന് പറയുമ്പോൾ അതിൽ കിട്ടുന്നത് 85 രൂപ. അതിന് പ്രിന്റിംഗ് ചാർജ് കൊടുത്താലും 200. അതെന്ന് പറയുമ്പോൾ ഇതിന് കുറെ കടങ്ങളുണ്ട്, കെട്ടിടം ഉണ്ടാക്കിയ ഭാഗം. അപ്പൊ ആ കടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ആ പൈസ മാറ്റി വെക്കും. അതിന്റെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ ചെറിയ പൈസ ഇവിടത്തേക്ക് എടുത്താലായി, അല്ലാതെ അങ്ങനെ എടുക്കില്ല. കാരണം കണക്കുള്ളത് അത് ഇൻകം ടാക്സിന്റെ പരിധിയിലുള്ളതിനോട് കണക്ക് കറക്റ്റ് ആയിരിക്കണം ഞങ്ങൾക്ക്. അപ്പൊ അങ്ങനെ ഉള്ള രീതിയിൽ നല്ല രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട്. ഇനിയും ഇത് പൊതുരംഗത്ത് ഞങ്ങൾക്ക് മൊയ്തീന്റെ പേര് നിലനിർത്തിക്കൊണ്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതെന്നും മൊയ്തീന്റെ പേര് മുക്കത്ത് നിലനിൽക്കണം. അപ്പോൾ ഈ മുക്കത്തിനെ സംബന്ധിച്ച് ഒരുപാട് ജാതി മതഭേദമന്യേ രാവും പകലും ജനങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്ത് നമ്മ വിട്ടുപോയ ഒരാളാണ് മൊയ്തീൻ. അപ്പോൾ ആ മൊയ്തീൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സേവന പ്രവർത്തനങ്ങളുമായിട്ടാണ് ഈ DP മൊയ്തീൻ സ്മാരക ട്രസ്റ്റ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ സാമ്പത്തികമായിട്ടാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ഈ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയ വൃദ്ധരായ മാതാപിതാക്കളൊക്കെ സുരക്ഷിതമായിട്ട് അവരെ ഒരു നല്ലൊരു ഇതിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഇവരെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരുപാട് സാമ്പത്തികം വേണം. അപ്പൊ അതിനൊക്കെ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മൊയ്തീന്റെ പേരിൽ അങ്ങനെ ഒരു സ്ഥാപനം കൂടി തുടങ്ങാൻ ആഗ്രഹമുണ്ട്. അതുപോലെ ഇതിൽ ഈ പുസ്തകം ലഭിക്കണമെങ്കിലോ ഈ ലൈബ്രറിനെ കുറിച്ച് എന്ത് കാര്യങ്ങൾ അറിയണമെങ്കിലോ അല്ലെ ഇവിടുന്ന് കാഞ്ചനമാല എന്ന നമ്മളെ കഥാപാത്രത്തിനെ കാണണമെങ്കിലോ എന്തിന് ആവശ്യത്തിന് നിങ്ങൾക്ക് പ്രഭാരേട്ടൻ്റെ നമ്പർ ഞങ്ങൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. പ്രഭാരേട്ടനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ ലൈബ്രറിയുടെ കാര്യങ്ങൾ അറിയാനും ഇവിടെ വരാനും പോകാനും ഒക്കെ സൗകര്യമുണ്ട്. മുക്കം ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ സ്ഥാപനം നിലനിർത്തുന്നത്. ഇതുപോലെ വ്യത്യസ്തങ്ങളായ വീഡിയോയുമായി കാണാപ്പുറം ഇനിയും നിങ്ങളിലേക്ക് എത്തും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.